എക്സ്ക്യൂസ് മീ, അഖിലല്ലേ? ജാവ അറിയാമോ? ഓരോ പണിയായിട്ട് ഇറങ്ങിക്കോളും. ജാവ അല്ലേ? അറിഞ്ഞൂടാ. ഒരു ഓൺസൈറ്റ് ഓൺസൈറ്റോ? ജാവ അറിയാമോന്നോ? കൊള്ളാം. എന്റെ വീട്ടില് പട്ടിക്കും പൂച്ചയ്ക്കും വരെ അറിയാം ജാവ. അത്രയ്ക്ക് അങ്ങോട്ട് വേണ്ട. നീ എന്തായാലും ഒന്ന് പ്രിപ്പയർ ചെയ്ത് വെച്ചോ. ബഹുരാഷ്ട്ര കുത്തകളുടെ ക്രൂരമായ ചൂഷണത്തിന്റെ ഫലമായുള്ള മാനസിക സമ്മർദ്ദമാണ് ഇതിന് കാരണം. ആരോഗ്യമന്ത്രി രാജിവെക്കണം. ചിത്രഗുപ്ത അല്ലേ ചന്ദ്രൻ? അല്ലേ ഇന്ദ്രൻ? ചിത്രഗുപ്ത അരുളിയാലും പ്രഭു. ദേവാ. എന്താ ചിത്രഗുപ്ത, നമ്മെ ദർശിക്കണമെന്ന് യമരാജനോട് പറഞ്ഞിരുന്നുവോ? അതെ ദേവാ, ഈ ഉള്ളവൻ പേപ്പർ ഇടാൻ തീരുമാനിച്ചു. എന്തിന്? പെർഫോമൻസ് ബോണസ് എന്തെങ്കിലും? പെർഫോമൻസ് ബോണസ്? അതുകൊണ്ട് ഇവിടുത്തെ ഫുഡ് കോർട്ടിൽ നിന്ന് ഒരു പരിപ്പോടെ വാങ്ങിക്കാൻ പോലും തികയില്ല പ്രഭു. പിന്നെന്താണ്? ഒന്ന് പറഞ്ഞു തുലയ്ക്കരുത്. ഈ ഉള്ളവൻ ഇവിടെ കിടന്ന് പട്ടിയെ പോലെ പണിയെടുക്കുന്നത് അങ്ങ് അറിയുന്നില്ലേ പ്രഭു? യമരാജന് രാവിലെ ലിസ്റ്റും റൂട്ട് മാപ്പും കൊടുക്കണം. പിന്നെ കൊണ്ടുവരുന്നവർക്ക് അസൈൻമെന്റും അലോക്കേഷനും ഉണ്ടാക്കണം. എന്നിട്ട് വേണം ആ കാലന്റെ പോത്തിന് പുല്ലും പിണ്ണാക്കും കൊടുക്കാൻ. എനിക്കെന്തെങ്കിലും പിണ്ണാക്കുണ്ടോ? ഞാൻ ഒരുത്തം മാത്രമുണ്ട്. ആ കോവിഡ് സമയത്ത് രാപ്പകലില്ലാതെ ഞാൻ പണിയെടുത്തില്ലേ? ഒരു ദിവസമെങ്കിലും നൈറ്റ് എലമെന്റ്സ് തന്നു. മടുത്തെനിക്ക്. കരയിപ്പിക്കല്ലേടാ ചിത്ര. ഇതിൽ ഒരു പുനർചിന്തനം അവരുതോ? പേപ്പർ ഞാൻ തിരിച്ചെടുക്കാം, പക്ഷേ എനിക്കൊരു കണ്ടീഷൻ. എനിക്ക് വേണ്ടി ഈ കണക്കൊക്കെ ചെയ്യാനേ ഒരു സോഫ്റ്റ്വെയർ എടുക്കാം. അതുണ്ടാക്കാൻ നമുക്കറിയില്ലല്ലോ. അറിയാവുന്നവരെ കൊണ്ടുവന്ന് ഉണ്ടാക്കിക്കണം. നാം നോക്കട്ടെ. നാം യമരാജനോട് സംസാരിക്കാം. ഇത് ഏത് ലോകം? സ്വർഗവും നരകവും? അത് നേരെ ഉറപ്പിച്ചു. പിന്നെ ഈ സ്വർഗം വേണ്ടി എടാ, ദേ നമ്മുടെ ഇന്ത്യൻ കോഫി ഹൗസിലെ സപ്ലയർ ആണ് ഇരിക്കുന്നത്. നമുക്ക് പുള്ളിയോട് ചോദിക്കാം. ചിത്രഗുപ്തൻ ചോദിക്കാം. പേര് കുറുപ്പ്, സുകുമാരക്കുറുപ്പ്. ഒടുവിൽ വന്നു അല്ലേ ഊരുതന്റെ? സ്വർഗം എവിടെ? തനിക്ക് ഒരു പുരുഷായുസ് നരകമാണ്. അത് തിളയ്ക്കുന്ന എണ്ണ, അപ്പുറം തീക്കുണ്ടങ്ങൾ. ഇതൊന്നും പോരാത്തവരെ റീൽ കാണും. റീല്? എന്നാ എനിക്ക് റീല് മതി കേട്ടാ. കൾച്ചറൽ കമ്മിറ്റിയുടെ റീല്. അയ്യോ, ആരോടെ റീല് കാണിക്കൂ? അയ്യോ, എനിക്ക് എണ്ണ മതിയേ, റീല് വേണ്ട. എക്സ്ക്യൂസ് മീ ബ്രോ, which is this place? അതൊന്നും മലയാളത്തിൽ പറയാമോ? അല്ല, ഇവന്മാരൊക്കെ എവിടെ ഇരിക്കുന്നത്? ഏതാ സ്ഥലം? അത് നരകം, കൊടും നരകം. അപ്പൊ ഇത് സ്വർഗമായിരിക്കും അല്ലേ? അതോ, അത് തെക്കിനിയാ, തെക്കിനി. അതിൽ പോലും ആ വഴിക്ക് ആരും പോകാറില്ല. ഓ, അല്ല നമുക്ക് സ്വർഗം മതി കേട്ടാണ്. ഈ കൾച്ചറൽ കമ്മിറ്റിയുടെ റീലൊക്കെ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. അല്ല, നീ ഏതാ? ഞാൻ റോഷൻ. എവിടൊക്കെ മക്കളെ, ഞാൻ ഹൃദംഗ പുളകിതനായടാ. നിങ്ങള് ഇപ്പൊ മരിക്കേണ്ടവരായിരുന്നില്ല. ഞാൻ നിങ്ങളെ വേറൊരു കാര്യത്തിൽ കൊണ്ടുവന്നതാ. ഇവിടെ ഓൺസൈറ്റ് എന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ വീണത്. ഇതും ഒരു ഓൺസൈറ്റ് തന്നെ. ഇവിടെ കുറച്ച് ജോലിയുണ്ട്. ഇവിടെ എന്തോന്ന് ജോലി? ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യണം. സമാധാനം. അല്ലേ, ഇവിടെ എന്റെ കണക്ക് എഴുതാനായിട്ട് ഒരു സോഫ്റ്റ്വെയർ ഉണ്ടാക്കണം. ഉടനെ വേണം. ലാപ്ടോപ്പ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. റിക്വയർമെന്റ്സ് ഉണ്ടോ? ആർക്കിടെക്ചർ ഉണ്ടോ? MTL ആണ്. ഞാൻ ചെയ്യും. കറക്റ്റ് DQ സ്കോറും ഉണ്ട്. അതെന്തിനാ? സംഗതി ചടയെന്ന് വേണം. അല്ല, ഇവിടെ എത്ര നേരം നമ്മൾ പണിയെടുക്കണം? അതന്നെ 9.15 hours. അത് എല്ലാ നരകത്തിലും ഒരുപോലെ തന്നെ അല്ലേ? മാസത്തിൽ 10 ദിവസം വന്നാൽ മതിയല്ലോ. ബാക്കി വർക്ക് ഫ്രം ഹോം കിട്ടൂലേ? ആഴ്ചക്ക് പോകാനേ. ഇത് നിന്റെ ഭൂമിയല്ല. ഇവിടെ ഫ്രഷേഴ്സ് പിള്ളേരൊക്കെ എവിടെ ഇരിക്കുന്നത്? ഓ, ഇവിടെ ഈ രമ്പയും മേരകയും അവിടെ അവിടെ നിങ്ങൾ പണി ചെയ്യണം. യമരാജ, ഞാൻ പോത്തിന് പുല്ല് വരച്ചിട്ട് വരാമേ. ആരോട് പറയാം? ഒരേ നിൽപ്പ് തന്നെയല്ലേ? സമയം കിട്ടുമ്പോ ഇവിടെ നന്നായിട്ട് കിടക്കുന്ന ഇന്റർലോക്ക് ഇല്ലേ, അതിനൊക്കെ ഇളക്കും. പിന്നെ വീണ്ടും പിന്നെ അങ്ങനെയൊക്കെ പോകുന്നു. ഇവിടെ ഒരു കാലല്ലേ ഉള്ളൂ. അവിടെയുള്ള മാനേജർമാര് മൊത്തം കാലന്മാരല്ലായിരുന്നു.
അഖിലേ, ഇതിപ്പോ എന്തൊന്ന് ഓടിയേ? ഓ നമ്മളൊരു SSC പണ്ടെന്നോട് എന്തൊക്കെ പറഞ്ഞതാ, ഫസ്റ്റ് ഇയർ SC, സെക്കൻഡ് ഇയർ SSC, തേർഡ് ഇയർ TA, പിന്നെ 5 വർഷം കൊണ്ട് PM. എന്നിട്ട് പിന്നെ ചോദിക്കുമ്പോ സ്ലോട്ട് ഇല്ല, അടുത്ത വർഷം അവർക്ക് കോപ്പ്. കോപ്പിലേക്ക് ചലക്കാം. ഓ എന്തേലും കോപ്പ് ചല. അയാളാ ചിത്രൻ ഒന്ന് സ്റ്റാറ്റസ് ചോദിക്കും. എന്തായി? നമ്മളൊരു ആർക്കിടെക്റ്റിനെ ചോദിച്ചിട്ട് ഇതുവരെ തന്നില്ലല്ലോ. അല്ലാതെ ഈ ഇഷ്യൂ ഫിക്സ് ചെയ്യാൻ പറ്റൂല എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ നമ്മള്. എന്തായി? അതെ, എന്തായി? ആർക്കിടെക്റ്റിന്റെ കാര്യം കിട്ടിയാ? നീയൊക്കെ പറഞ്ഞിട്ട് റിവ്യൂ ചെയ്യാനായിട്ട് ഒരാളെ കൊണ്ടുവന്നല്ലോ, ഏതോ ഒരു ആറാട്ട്. എന്തായത്? കാണട്ട്. നമസ്കാരം. കോഡ് ഞാൻ കണ്ടു. വളരെ മോശം കോഡാണ്. ഫസ്റ്റ് ഹാഫ് പോരാ, സെക്കൻഡ് ഹാഫ് പ്രഡിക്റ്റബിൾ ആണ്. സ്റ്റാൻഡേർഡ്സ് ഒന്നും ഫോളോ ചെയ്തിട്ടില്ല. കുറെ ലാഗ് ഉണ്ട്, എറേഴ്സ് ഉണ്ട്, ബഗ് ഉണ്ട്. ബഗ്ഗുകൾ ആറാട്ടുകയാണ്. ഇത് റിലീസിന്റെ നെട്ട് നിലയിൽ പൊട്ടും. അത്രയ്ക്ക് മോശം കോഡാണ്. ചിത്ര, അവിടെ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്? എനിക്ക് ഇന്ന് ഇത്രയും അപ്ഡേറ്റ് കൊടുക്കാനുള്ളത്. അദ്ദേഹമാണ് ഈ കട്ട കലിപ്പിലാണ്. രാജന് കൊണ്ടുവരുമ്പോൾ എന്തെങ്കിലും അറിയാവുന്ന ആൾക്കാരെ കൊണ്ടുവരാൻ പാടില്ലായിരുന്നോ? ഇവന്മാരെക്കാൾ കൂടുതൽ ജാവ എനിക്കറിയാം. ഇവന്മാരിപ്പോ പറയുന്നത് എന്തോ ആർക്കിടെക്റ്റോ എന്തോ വേണമെന്നാ. ആർക്കിടെക്റ്റോ? അതെന്താണ് സാധനം? എനിക്കിതൊന്നും അറിഞ്ഞൂടാ. ദേവൻ വന്ന് എന്നെ ചാടിച്ച് ഞാൻ കൈ മലർത്തും. ഞാൻ മലർത്തും. ചിത്രഗുപ്ത, എന്തായി ആർക്കിടെക്റ്റിന്റെ കാര്യം? എത്തിയിട്ടുണ്ട് പ്രഭു. യമരാജൻ കൊണ്ടുവന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഒരാടിപൊളി ആർക്കിടെക്ട്. ഓ നോം അങ്ങോട്ട് വരാം, ഒന്ന് കാണാലോ. അല്ല പ്രഭു, ഈ ആർക്കിടെക്ട് ഇപ്പൊ ഇങ്ങോട്ട് വന്നതല്ലേ ഉള്ളൂ. അല്ലെങ്കിൽ വേണ്ട, ഇന്ന് നമുക്ക് വേറെ മീറ്റിംഗ് ഉണ്ട്. നോം മേനകയായിരിക്കാം. ഒലിപ്പിച്ചോണ്ടിരുന്നോ? അവരെ കുറിച്ച് നിനക്കൊക്കെ എന്തറിയാം? വിപ്രകോപിയാ, ക്ഷിപ്രകോപി. ഇനി ഇവിടെ വന്നിട്ട് എന്തൊക്കെ കാണിക്കുമെന്ന് കണ്ടറിയാം. ഇന്ന് യമലോകം വിറയ്ക്കും. നിങ്ങളെന്തിനാ ആർക്കിടെക്ട് ഉണ്ടെന്നൊക്കെ പറഞ്ഞത്? നിങ്ങൾക്ക് എവിടെ? ഞാൻ പിന്നെ എന്തിനു പറയാൻ? കൊണ്ടുവരാൻ പോയ കാലനെയും കാണുന്നില്ല. അതാ ആടിത്തൂങ്ങി വരുന്നുണ്ട്. ഇതാ നീ പറഞ്ഞ ആർക്കിടെക്ട്. ഇങ്ങനെ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. ഇത് നമ്മളെ ബിൽഡിംഗ് ഒക്കെ പണിയാണ് ആർക്കിടെക്ട് അല്ലേ? കുമാരൻ അണ്ണാ, നമുക്ക് ജാവ ആർക്കിടെക്ട്. നിങ്ങൾക്ക് വേറെ ആളെ കൊണ്ടുപോവാ. ഈ ഒരെണ്ണത്തിനെ ഒപ്പിച്ച പാട് എനിക്കറിയാം. ഇയാളെ വെച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്യും. അതൊന്നും പറ്റില്ല. പഠിപ്പിക്കാം. 2 മണിക്കൂറുണ്ട് ജാവ. ഇവിടെ 4 കൊല്ലമായിട്ട് നീ പഠിച്ചിട്ടില്ലല്ലോ. ജാവ അല്ല പഠിപ്പിക്കേണ്ടത്. അണ്ണാ, എനിക്ക് ഈ പെട്ടി വരയ്ക്കാൻ അറിയാമോ? പിന്നെ ഈ ലൈൻ ഇടാനാ? പിന്നല്ലാതെ അതല്ലേ എന്റെ മെയിൻ പരിപാടി. മതി, സെറ്റ്. ഇതൊക്കെ തന്നെ അല്ലടെ എല്ലാ ആർക്കിടെക്റ്റും ചെയ്യണത്. ഇതങ്ങോട്ട് കൈ വയ്ക്കുക, എന്നിട്ട് അങ്ങ് നോക്കി വായിച്ചാ മതി. പക്ഷേ ദേഷ്യം ഇതങ്ങോട്ട് പോരാ. അല്ല, ശരിയാക്കാം. സ്വർഗലോകത്തെ നാട്യതിലകം സുന്ദരികളിൽ സുന്ദരി മേനകാറാണ് എഴുന്നള്ളുന്നേ. വെൽക്കം ടു യമലോക. നൈസ് ടു മീറ്റ് യു. ഇഷ്യൂ ഫിക്സ് ആയോ? ആർക്കിടെക്ട് വന്നിട്ട് എന്തായി? ചിത്ര, അവനെ വിളിക്കേ. ഈ കൊണ്ടുവന്നിരിക്കുന്നത് ആരെയാണെന്ന് അറിയാമോ ദേവിക്ക്? അമേരിക്കയിൽ ഇവന്റെ പേരിൽ 4 ഡിസൈൻ പാറ്റേൺസ്. വിശ്വോത്തര ആർക്കിടെക്ട് ബ്രാഡ്ലിയുടെ പ്രിയ ശിഷ്യൻ, ഇന്ത്യൻ ആർക്കിടെക്ട് അസോസിയേഷന്റെ മുടി ചൂടാ മനൻ മേജർ ശ്രീകുമാർ. എന്തൊരു ചൂടാ ഇവിടെ. അത് പിന്നെ 5 മണി കഴിഞ്ഞാൽ ഫെസിലിറ്റീസ് AC ഓഫ് ചെയ്യില്ലേ? എവിടെ ആർക്കിടെക്ചർ? ഉണ്ട്. കുമാരൻ. യെസ് യെസ് യെസ്, ഐ ആം ദി ആൻസർ. ഐ ആം ദി ആൻസർ. How beautiful people sitting here today. How will I not see a minute of the today? Let me explain. You see, the sight of the Jin forces and preservation is the cause of the source of the mercy, my honor. The Titanic is a jack in the rose and ship of the sea. Source of the mission in the vision. But why? But why? Satyam, അത് പുറത്ത് വരിക തന്നെ ചെയ്യും മിസ്റ്റർ. Look at this pretty man here standing. Shall I remember something?
A police officer should be the watchdog of society and justice. This is quite unbecoming of superintendent of police. The case of architect in the ex-judicial face of a manipulator, a thug in the dip and a drop in the cup. We suppressed and compressed and the problem and express a solution which impressed you, Madam Menaka. We proved that this application is a success of its own. Just remember, architecture is a dirty business. ഗന്ധർവനല്ലേ? ഇംഗ്ലീഷ് പറഞ്ഞെന്നെ മയക്കില്ല എന്റെ ഗന്ധർവ. പുനർജന്മത്തിൽ ആർക്കിടെക്ട് ആയത് ഞാൻ അറിഞ്ഞതേയില്ല. മറന്നു ഈ മേനകയെ. മറക്കാനോ ഞാൻ എന്റെ ദേവിയെ? എന്റെ ഗന്ധർവ ദേവി ഇന്ദ്രദേവനോട് നീ എന്ത് പറയും? ചിത്ര, നീ ഇന്ദ്രനെ പറഞ്ഞു മനസ്സിലാക്കും. ഞാൻ ഒരു ആർക്കിടെക്റ്റുമായി വരാം. യുവരാജ, ചിത്ര, ഇവിടെ നിന്നും ആഷി കേസിൽ പുറത്താക്കി ഭൂമിയിലേക്ക് വെച്ച ഗന്ധർവനെ തിരിച്ചു കൊണ്ടുവന്നു അല്ലേ? ഒരു ബാക്ക്ഗ്രൗണ്ട് ചെക്ക് പോലും ഇല്ലാതെ. ഇതിനുള്ള ശിക്ഷ വളരെ കഠിനമായിരിക്കും. അയ്യോ ഈ പോയി. എല്ലാറ്റിനും ഇവന്മാർ രണ്ടുപേരാണ് കാരണം. അവന്റെ ഒരു ജാവ ആർക്കിടെക്ട്, ഇവനൊക്കെ ഉള്ള ശിക്ഷ. നമ്മുടെ ഒരു ഗതികേട്, ഒരു പുണ്ണാക്കും ഇല്ലാത്ത ഒരു ക്ലാപ്പ് പ്രോജക്റ്റ് ഓണത്തിനവിടെ നിൽക്കേണ്ട നമ്മളെ ഇനി ആര് രക്ഷിക്കും? ഹലോ, നമസ്കാരം സാർ. ഞാൻ IGIG ബൊമ്പാടിൽ നിന്ന് മറീനയാണ് വിളിക്കുന്നത്. ഒരു ലൈഫ് ഇൻഷുറൻസ് പോളിസി എടുക്കാൻ താല്പര്യമുണ്ടോ? അതുകൊണ്ടൊന്നും എനിക്ക് കാര്യമുണ്ടെന്ന് തോന്നില്ല പെങ്ങളെ. ആരവിടെ? ഇവന്മാരെ കണ്ണിൽ മുളക് തേച്ച് തല കീഴായി കെട്ടിത്തൂക്കി തിളക്കുന്ന എണ്ണയിൽ മുക്കൂ. എന്തിനാടാ കൊന്നിട്ട്? ഞങ്ങൾ IT-ക്കാരാണ്, ഗുണ്ടകളല്ല. എന്റെ പിള്ളേരെ തുറന്നോടാ. ഹലോ. എടാ ചിത്ര, എന്റെ പിള്ളേരോട് എന്തൊരപ്പാളിത്തരമാടാ നീ കാണിക്കുന്നത്? 2 ദിവസം കഴിഞ്ഞ് തിരുവോണത്തിന് ഞാൻ തിരുവനന്തപുരത്ത് വരുമ്പോ ഈ പിള്ളേരവിടെ ഇല്ലെങ്കിൽ സഹിക്കാൻ പറ്റില്ല ചിത്ര. നിന്റെയൊക്കെ മുമ്പിൽ മാവേലി ഇത്രയിടം വരണേ. ഇങ്ങനെ നിൽക്കുന്നുണ്ടേ മാവേലി ഇനിയും കുറെ അറിയാനുണ്ട് അനിയാ ചിത്ര. നീയൊക്കെയാണോടാ മാനേജർ? സോഫ്റ്റ്വെയർ ചെയ്യണതിൽ ആദ്യം റിക്വയർമെന്റ്സും ആർക്കിടെക്ചറും ഒക്കെ ഉണ്ടാക്കി പ്രോപ്പറായി ചെയ്യാൻ പഠിക്കും. അതിനൊക്കെ മുകളിൽ ഒരു പോസിറ്റീവ് വർക്ക് എൻവയോൺമെന്റ് വേണം. കൂടെ റിക്വയർമെന്റ്സും ചേഞ്ച് ചെയ്ത് ഡെയിലി 3 നേരം സ്റ്റാറ്റസ് ചോദിക്കുന്നതല്ല പ്രോജക്ട് മാനേജ്മെന്റ്. മനസ്സിലായോടാ? മാവേലൊന്ന് നിന്നേ, അങ്ങനെ പോയാലോ? നീ ആരെയാടാ ഈ പേടിപ്പിക്കുന്നത്? എന്നെ, ഈ മാവേലി? ഞാൻ ആ പിള്ളേരെയും കൊണ്ടങ്ങ് പോവും. അവന്റെ ഒക്കെ ഓണത്തിനിടയ്ക്ക് ഒരു സോഫ്റ്റ്വെയർ കച്ചവടം. ഇത് എന്റെ കഥയാടാ. ഈ കഥയിലെ നായകൻ ഈ മാവേലിയാടാ. I heard about 2 gentlemen suffering in Yamaloka. I called Mahabali. He was so generous, very good man. He had tears in his eyes. He went and saved them with my help. Some people say that I deserve the Nobel Peace Prize. ജാവ അറിയാമോ? മാവേലി 6 അടുക്കുകയാണ്. ഇത് മാവേലിയുടെ ശക്തമായ തിരിച്ചുവരവാണ്. മേനക വളരെ ബ്യൂട്ടിഫുൾ ആണ്. എനിക്ക് ക്രഷ് ഉണ്ട്. കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ട്.